ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ചെറിയ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാം. നമ്മൾ രാവിലെ നമസ്കാരവും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലെത്തി. ആദ്യമായി നമ്മൾ സ്റ്റൗ കത്തിച്ച് കുറച്ച് പാല് നമ്മൾ കാച്ചുകയാണ്. തൈരാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് പാല് നന്നായിട്ട് വെള്ളം പറ്റിച്ച് നമ്മൾ വേവിച്ചെടുക്കുകയാണ്. നന്നായിട്ട് കാച്ചി കുറുക്കിയ പാല് നമ്മൾ നല്ല ചൂടോടെ നമ്മുടെ കൈ പാലിൽ തൊട്ടാൽ പൊള്ളുന്ന രീതിയിലുള്ള നല്ല ചൂടോടെ നമ്മൾ ഇത് ഉറയൊഴിച്ചാൽ നല്ല കട്ടി തൈരായിട്ട് നമുക്ക് കിട്ടും. ഇത് കണ്ടോ, ഇതേപോലെ നല്ല കട്ട തൈരാക്കി നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് നമ്മൾ ഇന്നലെ ഇതുപോലെ കാച്ചി ഒഴിച്ച് വെച്ചിരുന്നതാണ്. ഇന്ന് നമുക്ക് കൂട്ടാൻ ആവശ്യമായ തൈര് നമ്മൾ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഇന്ന് കാച്ചിയ പാൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് വെക്കും. തൈരിനായി എടുത്ത പാലിൻ്റെ ബാക്കി നമ്മൾ കുടിക്കാനാണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ചായ അങ്ങനെ കുടിക്കാറില്ല. ഇത് പാൽ ആയിട്ട് തന്നെ നമ്മൾ കുടിക്കുകയാണ് ചെയ്യുന്നത്. എന്നും നമ്മൾ ചായ കുടിക്കുന്നത് ഹെൽത്തിന് അത്ര നല്ലതല്ലെന്നുള്ള ഒരറിവാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പം ഇങ്ങനെ ചായ മാറ്റി ഈ പാലായിട്ട് തന്നെ നമ്മളങ്ങ് കുടിക്കുക. അത് നമ്മളിപ്പം രാവിലെ കുടിക്കാനുള്ള പാലെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ബണ്ണും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ രാവിലെ കഴിക്കുകയാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മളിന്ന് ഒരു മുട്ട റോസ്റ്റും അപ്പവുമാണ് ഉണ്ടാക്കുന്നത്. അതിന് മുട്ടയ്ക്ക് വേണ്ട ചേരുവകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന് നമ്മൾ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴറ്റി അതിലേക്ക് നമ്മൾ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിന് വേണ്ട പൊടികളൊക്കെ നമ്മൾ ചേർക്കുവാണ്. പൊടി നമ്മൾ എടുത്തിട്ടുള്ളത് ലേശം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ശകലം പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഇവയെല്ലാം കൂടി എടുത്ത് നമ്മൾ അതിനകത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി മുട്ട പുഴുങ്ങി അതിലേക്ക് നമുക്ക് ചേർത്ത്. മുട്ട നമ്മൾ താറാമുട്ടയാണ് നമുക്ക് കിട്ടിയത്. അടുത്ത വീട്ടിലെ താറാവ് വളർത്തുന്നിടത്തുനിന്ന് നമ്മൾ വാങ്ങിച്ചതാണ്. നല്ല ഫ്രഷ് മുട്ടയാണ്. അത് നമ്മൾ റോസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ അരിയും തേങ്ങയും ലേശം ചോറും കൂടെ അരച്ച് വെച്ച് നമ്മൾ വെള്ളയപ്പമാണ് ഇന്നുണ്ടാക്കിയത്. മുട്ട റോസ്റ്റും വെള്ളയപ്പമായിരുന്നു നമുക്ക് രാവിലെ. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ താറാമുട്ട എപ്പോൾ വാങ്ങിച്ചാലും ചീഞ്ഞ മുട്ടയാണ് കിട്ടുന്നത്. ഇത് പിന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. ഇത് പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള കറിക്ക് നമുക്ക് ചെറിയ അയിലയാണ് കിട്ടിയത്. നല്ല ഫ്രഷായിരുന്നു. അത് നമ്മൾ വെട്ടിയെടുത്തു. ഇനി അത് തേങ്ങ അരച്ച് കറി വെക്കുകയാണ്. നമ്മുടെ വേണ്ട സമയത്ത് വരുന്ന മീൻകാരുടെ നിന്ന് നമ്മൾ വാങ്ങിയതാണ്. അവരുടെ ഇന്ന് ഈ ചെറിയ അയിലയും പിന്നെ ചെറിയ കക്കായിറച്ചിയായിരുന്നുള്ളത്. അത് രണ്ടും നമ്മൾ കുറേശ്ശെ വാങ്ങി. അയില പിന്നെ നമ്മൾ തേങ്ങ അരച്ച് തക്കാളിയൊക്കെ ചേർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ എല്ലാം വഴറ്റി ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം വഴറ്റി അതിലേക്ക് നമ്മൾ തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയും പെരിഞ്ജീരകവും ലേശം മുളക് പൊടിയും ലേശം മല്ലിപ്പൊടിയും ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ച് ചുവന്നുള്ളി എല്ലാം ചേർത്ത് ആ അരപ്പ് നമ്മൾ ചേർത്തു. അത് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ മീനും ചേർത്ത് നമ്മൾ കറി റെഡിയാക്കി. ഇതിലേക്ക് നമ്മൾ പുളിയൊന്നും ചേർത്തിട്ടില്ല. തക്കാളിയുടെ പുളി മാത്രമേ ഉള്ളൂ. ഇതേ കണ്ടു, കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുളി കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഒരു കഷ്ണം പുളിയും കൂടെ ചേർക്കാം. പിന്നെ നമ്മൾ കപ്പ വയ്ക്കാനായിട്ട് എല്ലാം കൊത്തി അരിഞ്ഞ് വേവിച്ച് വെച്ചു. അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് കപ്പ വേവിച്ചതും ഇന്ന് ഉണ്ട്. കപ്പയെല്ലാം റെഡിയാക്കി എല്ലാം ഇളക്കിയെടുത്തപ്പോഴത്തേക്കും നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ചാറൊന്നുമില്ല, നല്ല കുറിയ പരുവത്തിലാണ് നമ്മൾ ഇതുണ്ടാക്കിയത്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ചെറിയ കക്കയിറച്ചി വാങ്ങിച്ചായിരുന്നു. അത് നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് കഴുകിയെല്ലാം വെച്ചു. പിന്നെ നമ്മളത് ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി സവോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് വഴറ്റി അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്തു. മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കക്കയിറച്ചി അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ നമുക്ക് വേവിച്ചെടുക്കണം. ഉപ്പ് നമ്മൾ കല്ലുപ്പ് വാങ്ങി വെള്ളം ചേർത്ത് അത് കലക്കിയെടുത്താണ്. അതാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. പിന്നെ നമ്മൾ കുറേ കൂടുതൽ കറിവേപ്പില ഒടിച്ച് നമ്മളത് എങ്ങനെയാണ് കുറേ നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. കവറിനകത്ത് കെട്ടി നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കും. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് വാടിപ്പൊഴിഞ്ഞ് എല്ലാം അങ്ങ് പോവും. എളുപ്പത്തിൽ അഴുക്കായി പോകാതെ നമുക്ക് കൂടുതൽ നാൾ വെച്ചിരുന്ന ഉപയോഗിക്കാൻ പറ്റിയ ഒരു രീതി നമുക്ക് ഇന്ന് നോക്കാം. ഏതിനും ടേസ്റ്റ് കൂട്ടാൻ നമുക്ക് കറിവേപ്പില വേണം ഏത് കറി വെക്കാനും. ഇത് കൂടുതൽ നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി നമ്മൾ ഇതേപോലെ ഒരു പാത്രം നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു ടിഷ്യൂ പേപ്പർ ഇട്ട് അതൊന്ന് ലെവലാക്കി നമുക്ക് വെച്ചാൽ അതിലേക്ക് നമുക്ക് സൂക്ഷിച്ച് വെക്കാനുള്ള കറിവേപ്പില ഇതിനകത്ത് നമുക്ക് വെക്കണം. ഇതുപോലെ നമ്മൾ ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ച് ഒരുപാട് തിക്കായിട്ട് വെക്കാതെ നമ്മൾ ഇങ്ങനെ നിരത്തി ഇങ്ങനെ ലേശം ഇടവിട്ടിങ്ങനെ നമുക്കിങ്ങനെ വെക്കാം. ഒത്തിരി നമ്മൾ ഇതിനകത്ത് വെക്കല്ലേ, കുറച്ച് നമുക്കിതിന് വെക്കാൻ പറ്റുന്ന രീതി വെച്ചാൽ മതി. അല്ലാതെ നമ്മൾ ഇതിനകത്ത് അമർത്തി ഒത്തിരി തള്ളിക്കയറ്റി വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ അഴുക്കാവും. എന്നിട്ട് അതിൻ്റെ പുറത്ത് നമുക്കൊരു ടിഷ്യൂ പേപ്പർ കൂടെ ഇതുപോലെ വെച്ച് നമുക്കൊന്ന് കവർ ചെയ്യാം. നന്നായിട്ട് കവർ ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഈ പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ട് തന്നെ നമുക്ക് അടച്ച എയർ കയറാത്ത രീതിയിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കൂടുതൽ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത്രയും ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് സമയം ഏകദേശം ഉച്ചയായി. പിന്നെ നമ്മൾ നമസ്കാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ചോറ് കഴിക്കാനുള്ള സമയമായി. പിന്നെ നമ്മൾ ചോറെടുത്തു. അതിൻ്റെ കൂടെ നമ്മളിന്ന് വേവിച്ച കപ്പ കുഴച്ചത് വെച്ചു.
പിന്നെ നമ്മൾ തേങ്ങ അരച്ച് വെച്ച നമ്മുടെ അയിലക്കറി നമ്മളെടുത്തു. പിന്നെ ഇന്ന് നമുക്ക് സമയം കുറവായിരുന്നുകൊണ്ട് നമ്മൾ തോരനൊന്നും ഉണ്ടാക്കിയില്ല, പച്ചക്കറികളൊന്നും ഇന്ന് എടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ കക്ക റോസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. തീരെ ചെറിയ കക്ക ആയിരുന്നു, പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് മോര് കാച്ചിയതും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. മോര് കാച്ചിയത് നമ്മൾ തേങ്ങ ഒന്നും ചേർത്തിട്ടില്ല, നമ്മുടെ കട്ടത്തൈര് തന്നെ നമ്മൾ ഉടച്ച് കടുക് താളിച്ച് നമ്മൾ എടുത്തതാണ്. പിന്നെ 4 മണിക്ക് നമ്മൾ കട്ടൻ ചായയും നമ്മൾ ഈ ചക്ക വെച്ച അട ഉണ്ടാക്കിയായിരുന്നു, അത് ഒരെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. വൈകിട്ട് പിന്നെ പൊറോട്ട ഇരിപ്പുണ്ടായിരുന്നു, അത് നമ്മൾ ആവി കയറ്റി രാവിലത്തെ മുട്ടക്കറിയും കൂട്ടി, അതാണ് നമ്മൾ വൈകിട്ട് കഴിച്ചത്. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.